ഇരിക്കുന്ന സ്വപ്നേച്ചിയാണല്ലോ. ആ സ്വപ്നേച്ചി, ആ സുഖമായിട്ടിരിക്കുന്നു. വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പോകാനുള്ള പാക്കിങ് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അച്ചാറൊക്കെ ഇടാനുണ്ട്, അത് അമ്മ ഇട്ടോണ്ട് വരാന്ന് പറഞ്ഞു. ആ കുട്ടികളെ നോക്കാനായിട്ടൊരു ബേബി സിറ്ററിനെ വെക്കുന്നുണ്ട്. 1 ഇയറിലേക്കല്ലേ, അത് കഴിയുമ്പോൾ എല്ലാവരെയും കൊണ്ടാകാൻ പറ്റുമെന്ന മാർഗരറ്റ് ആൻറ്റി പറഞ്ഞേ. ആ 1 വർഷത്തേക്കുള്ള സങ്കടം ഉണ്ട്, എന്നാൽ അത് കഴിയുമ്പോൾ ഇവർ കാണാൻ പറ്റുമല്ലോ. എങ്ങനെയെങ്കിലും അതൊന്ന് തള്ളി നീക്കണം. കുട്ടികളൊക്കെ അപ്പുറത്താ, എല്ലാരും നല്ല ഉറക്കാ. ഇല്ല പോകാനുള്ള ഡേറ്റ് അറിഞ്ഞിട്ടില്ല. മാർഗരറ്റ് ആൻറ്റി വരുമെന്നാ പറഞ്ഞേ. അയ്യോ കുണിക്ക് മോളെ, നീ എപ്പോഴും അങ്ങോട്ട് വന്നേ? അയ്യോ എന്നിട്ട് മേല് പൊള്ളിയെന്ന് തേപ്പൊട്ടി എടുത്തോ? എന്താ ഗീത കൊച്ചു കരയണ? എന്ത് ബഹള പുറത്ത്? അയ്യോ കുണിക്ക് മോള് തേപ്പൊട്ടി എടുത്ത് പൊള്ളിയതേ, കൈ മുഴുവൻ പൊള്ളിയിരിക്കുക. അയ്യോ എന്നാ വേഗം ഞാൻ കാർ എടുക്കാം. നീ കൊച്ചിനെ കാറിൽ കയറ്റി നമുക്ക് ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. സിസ്റ്ററെ, കുട്ടി നന്നായിട്ട് ഉറങ്ങിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഈ ഓയിൽമെന്റ് പുരട്ടി കൊടുക്കണം. പൊള്ളൽ മാറാനായിട്ട് ഞാനൊരു ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. അത് 2 മണിക്കൂർ കഴിഞ്ഞ് മതി. എന്തായാലും കുട്ടിയുടെ അടുത്തുനിന്ന് മാറണ്ട, ഇവിടെ തന്നെ നിന്നോളൂ. ശരി ഡോക്ടർ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. ഞാൻ കണ്ടില്ല കുണിക്ക് അങ്ങോട്ട് വന്നത്. സ്വപ്ന ചേച്ചിയുടെ ഫോൺ വന്ന് ഞാൻ ഫോൺ വിളിക്കാൻ പോയതാ. നിങ്ങൾ 4 പേരും കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? നിങ്ങളെല്ലാരും ഉറങ്ങുമെന്നാ ഞാൻ കരുതിയേ. ഓ ഗീത, നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. 2 ചെറിയ കുട്ടികളുള്ള വീടാ. നിനക്ക് അറിഞ്ഞോണ്ടല്ലേ നീ താഴെ വെച്ച് തേപ്പൂട്ടി ഉപയോഗിച്ചത്? എന്നിട്ട് വീണ്ടും കിടന്ന് കരയുന്നു. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ മനഃപൂർവ്വം ചെയ്തതുപോലെയാണല്ലോ എന്നെ വഴക്ക് പറയുന്നേ. അമ്മ ഡോക്ടർ എന്താ പുറത്തേക്ക് വരാത്തത്? എത്ര നേരമായി? കുണിക്കുമ്പോൾ ഉറങ്ങി കിടക്കുമായിരുന്നു. എണീറ്റ് അങ്ങോട്ട് പോയപ്പോൾ അമ്മ ആ മുറിയിലുണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ വിളിക്കാന്. അമ്മ അവിടെ തേച്ചുകൊണ്ട് നിൽക്കുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു സമാധാനവും ഇല്ല. 1.5 വയസ്സായ കുഞ്ഞ, അതിന് എന്തോരം പൊള്ളലേറ്റു എന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഈ ഡോക്ടർ എന്താ വരാത്തേ? കുണിക്ക് ഇപ്പൊ വരും. മോൻ ഇങ്ങ് പോര്. ഈ ഡോക്ടർ വന്നോ? ഡോക്ടർ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട്? കുണിക്കുമോക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? കുണിക്കുമോൾ കണ്ണു തുറന്നോ? ഡോക്ടർ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. കുണിക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞു ഡോക്ടർ? ഇത് കുറെ പേരുണ്ടല്ലോ, നിങ്ങളൊക്കെ ആരാ? ഞാൻ കുണിക്കുമോളുടെ അച്ഛനാ. ഇതമ്മ, ഇതവിടെ സഹോദരങ്ങളാ. ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ വീട്ടിലുണ്ടല്ലോ, എന്നിട്ടാണ് ഒരു കൊച്ചിന് പൊള്ളലേറ്റത്. ഡോക്ടർ അത് ഈ പൊള്ളലേക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ എവിടെ ഇരുന്നു? കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? തീരെ ചെറിയ കുട്ടിയാണ്. ഭാഗ്യത്തിന് കൈയിന്റെ സൈഡിലാണ് അതിന് പൊള്ളലേറ്റത്. നെഞ്ചിന്റെ ഭാഗത്ത് എങ്ങാനും ആയിരുന്നെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ പ്രതീക്ഷിക്കണ്ടായിരുന്നു. ഡോക്ടർ, കുട്ടി നല്ല മയക്കത്തിലാണ്. എന്തായാലും കുട്ടി ഉറങ്ങട്ടെ. എണീറ്റ് കഴിയുമ്പോൾ പൊള്ളൽ കുറയാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഞാൻ കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും വിഷമിക്കൊന്നും വേണ്ട. ഇനി കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ കുട്ടി നല്ല പോലെ പേടിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് നെട്ടി ഉണർന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ്. ഒരാഴ്ചത്തേക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. തീരെ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. എന്തായാലും മുറി ഉണങ്ങുന്നവരെ ഇവിടെ കിടക്കട്ടെ. ഡോക്ടർ, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ? നോ, ഇപ്പൊ എന്തായാലും കുട്ടി ഒബ്സർവേഷനിലാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇല്ല മോളെ ഒന്നുമില്ല. ഇല്ല കൈ ഒന്നും പൊള്ളിയിട്ടില്ലതേ. ആന്റി മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പേടിക്കണ്ട, ഉറങ്ങിക്കോ. ദൈവം, ഈ കുട്ടി പിച്ചുമ്പേയും പറയുന്നത് കൂടുകയാണല്ലോ. ഡോക്ടറിനെ പോയി വിളിച്ചാലോ? കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇടക്ക് കണ്ണു തുറന്നു, പക്ഷെ പിച്ചുമ്പേയും പറഞ്ഞോണ്ടിരിക്കുവാ. അത് പേടിക്കണ്ട, അത് സാധാരണമാണ്. എന്തായാലും കണ്ണ് തുറന്നില്ലേ? ഇവരുടെ വീട്ടുകാരെ കയറ്റി കാണിക്കൂ. അധികം ഒന്നും സംസാരിപ്പിക്കരുത് കേട്ടോ. ശരി ഡോക്ടർ. നിങ്ങൾ കുട്ടീനെ കരയിപ്പിക്കാനോ അനാവശ്യമായിട്ട് സംസാരിക്കാനോ പാടില്ല കേട്ടോ. കുണിക്കുമ്പോൾ എന്താ കണ്ണു തുറക്കാത്ത സിസ്റ്ററെ? കുട്ടിയല്ലേ, അത് പേടിച്ചിട്ടാണ്. അത് കാര്യമാക്കണ്ട. നിങ്ങൾ പതിയെ വിളിച്ചോളൂ, കരയിപ്പിക്കരുതെന്നേ ഉള്ളൂ. മോളെ കുണിക്ക്, അമ്മയുടെ പൊന്നെ, അമ്മേനെ നോക്കിയേ. കരയാതെ കുണിക്കുമ്പോളെ, കരയാതെ. അയ്യോ മതി കണ്ടതൊക്കെ. കുട്ടി കരയാൻ തുടങ്ങി. നിങ്ങളും കരയുവാണല്ലോ. കൂടുതൽ കരഞ്ഞാൽ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? എന്തായാലും 1 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടീനെ റൂമിലേക്ക് മാറ്റും. അപ്പം നിങ്ങൾക്ക് കാണാം. ഇപ്പം ഇറങ്ങൂ. എന്തായാലും കുട്ടീനെ റൂമിലേക്ക് മാറ്റട്ടെ. കുണിക്കുമോളെ, സാരിയില്ലാട്ടോ, വിഷമിക്കണ്ടാട്ടോ. നമ്മൾ ഹോസ്പിറ്റലല്ലേ, വേഗം മാറൂട്ടോ. ഗീതേ, ഇത് റിസൾട്ട് എല്ലാം വന്നു. കുണിക്കുമോൾക്കും വേറെ കുഴപ്പമൊന്നുമില്ല. കയ്യിൽ ചെറിയ പൊള്ളൽ മാത്രമേ ഉള്ളൂ. അത് മരുന്ന് പുരട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് വളരെ ചെറുതാണെന്ന് പറഞ്ഞു. ചേട്ടാ, ഓ ദൈവമേ, ഞാൻ ഒരുപാട് പേടിച്ചു. ഇനിയിപ്പോ പൊള്ളിയത് കൂടി മാറിയാൽ എന്റെ കുഞ്ഞിന് പൂർണ്ണമായും ഭേദമാകൂ. അമ്മമ്മ, എന്റെ കൈ
എന്റെ കുണിക്കുമോളെ, എന്റെ പൊന്നെ, നിനക്ക് എന്ത് വന്നിട്ട് എന്റെ ദൈവം, എന്റെ കൊച്ചിന്റെ കൈ കണ്ടില്ലേ? എന്ത് നോക്കി നടക്കുവാടി ഗീതേ നീയെ? ഇത്രയും വീട്ടിൽ ആൾക്കാരുണ്ടായിട്ടും കൊച്ചിന്റെ കൈ പൊള്ളിയത് നിങ്ങൾ ആരും കണ്ടില്ലേ? അമ്മേ ഞാൻ കണ്ടോടി, കൈ പൊള്ളി ഇരുന്നിട്ടും നിന്നെ വഴക്ക് പറഞ്ഞപ്പോ ആ കുഞ്ഞിനെ സഹിക്കുന്നില്ല. പാവം എന്റെ കുഞ്ഞ്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടി ഗീത, ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. സാരമില്ല, പോട്ടെ. നീ മനഃപൂർവ്വം അല്ലെന്ന് ഞാൻ അമ്മക്കറിയാം. എന്നാലും കുഞ്ഞിന്റെ കൈ കണ്ടപ്പോ പറഞ്ഞു പോയതാ. അയ്യോ എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കൈ എന്താണ് ഈ കാണുന്നത്? ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കൈ മുഴുവൻ പോയല്ലോ. ദേ പൊള്ളി അടർന്നിരിക്കുന്നു. എടി മാധവ, നീ എവിടെ പോയിരിക്കുവായിരുന്നടേ? ഈ കൊച്ചിന്റെ കൈ പൊള്ളിയത് കണ്ടില്ല? ഇതിനെ നോക്കാൻ വീട്ടിൽ ആളില്ലേ? എടി നീതു, നിത്യ, നീക്ക് എന്തെടുത്തിരിക്കുവായിരുന്നടേ? 24 മണിക്കൂർ ഒരു മൊബൈൽ ഫോണും TV. ഓ, ഇവിടെ നിപ്പുണ്ടല്ലോ അമേരിക്കക്കാരി. അമേരിക്കക്കാരിക്ക് എന്താ പറ്റിയേ? അതോ അമേരിക്കയിൽ നിന്ന് കേട്ടപ്പോ കുഞ്ഞുങ്ങളെ പോലും മറന്നോ? അമ്മേ, ഇത് ആശുപത്രി. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇച്ചിരി പൊള്ളിന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് എങ്ങാണ്ട് ഒരു ചന്ദനത്തിന് കൊണ്ട് ചെറിയ മുറിവൊക്കെയാണെന്നാണ്. ഇതെന്താടെ ഈ കൈ കാണുന്ന ഈ കൊച്ചിന്റെ? ദൈവമേ, ആ പൊള്ളല് വേറെ എങ്ങാട്ടെങ്കിലും ആയിരുന്നെങ്കിലോ, വല്ല നെഞ്ചത്തോ വയറിലോ, പിന്നെ കൊച്ചിനെ നോക്കണ്ടായിരുന്നു. എന്റെ ഗീത, നീ ഈ പിള്ളേരെ നോക്കാതെ അമേരിക്ക എന്ന് പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നീ അമേരിക്കയിലെങ്ങും എത്താൻ പോണില്ലടി. അച്ഛൻ അമ്മേനെ വഴക്കുറയാനാണോ കുണിക്കുമോളെ കാണാനാണോ വന്നത്? അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മ ആകെ തകർന്നിരിക്കുക. എന്താ സുഭദ്ര ഇത്? കൊച്ചിന്റെ കൈ പൊള്ളിയിട്ട് എല്ലാരും വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. എങ്ങനെ പറയാതിരിക്കും? നിങ്ങളുടെ മോളുടെ കയ്യിലെ പ്രവൃത്തി അതല്ലേ? സ്വപ്ന പറഞ്ഞ കഥകൾ മുഴുവൻ ഞാൻ അറിഞ്ഞു. സ്വപ്ന ഇവളെ ഫോണിൽ വിളിക്കുമ്പോഴേ ഇവളെ കൊച്ചിനെ നോക്കിയില്ല. അന്നേരമാണ് കൊച്ചു തേപ്പോട്ടി എടുത്തത്. അറിയോ? ഫോണിൽ കൂടി സ്വപ്ന ഇതെല്ലാം കേട്ടു. ഓ, നിന്ന് പൂങ്കണ്ണീര് പൊഴിക്കുന്നു കൊച്ചിന്റെ കയ്യും പൊള്ളിച്ചിട്ട്. അല്ല, കുണിക്കുമോള് മാത്രമല്ലല്ലോ, ഒരു കൊച്ചും കൂടിയില്ലേ കുണുക്കൻ. അവൻ എവിടെ? അതോ അമേരിക്ക പോണെ പ്രമാണിച്ച് അവനെ കൊണ്ട് കളഞ്ഞോ? കുഞ്ഞിനെ ആരെങ്കിലും കളയോ? എന്ത് അസംബന്ധ സുഭദ്ര ഈ പറയണേ? മിണ്ടാതിരിക്കുന്നു കരുതി എന്റെ മോളുടെ മെക്കിട്ട് കയറാനൊന്നും നിൽക്കണ്ട. അവക്കൊരു കയ്യബദ്ധം പറ്റി, സമ്മതിച്ചു. കുണുക്കനെ അവന്റെ അപ്പനെ കൂടി കടയിൽ വരെ പോയതാ. അവനെ കളഞ്ഞു എന്ന് പോലും. ഇത്രയും കുഞ്ഞിന്റെ കൈ പൊള്ളിയിട്ടും നിങ്ങൾക്ക് മോളുടെ സൈഡ് നിൽക്കാൻ നാണമില്ലേ? അയ്യോ, ഈ അച്ഛമ്മ എന്താ ഇങ്ങനെ? ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? അത് തന്നെ. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേനെ ആരും ഒന്നും പറയണ്ട. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഫോൺ വന്ന് ഞാൻ ശ്രദ്ധിക്കാനെ കൊണ്ട് കുണിക്കുമോള് തേപ്പോട്ടി എടുത്തത്, തേപ്പോട്ടി മേത്തോട്ട് വീണതും ഇതെല്ലാം ഞാൻ കേൾക്കേണ്ടത്. ഞാൻ കാരണം എന്റെ കുഞ്ഞ്. ഗീത, ഏത് നേരവും നീ ഇതിങ്ങനെ പറയണമെന്നില്ല. അതിപ്പോ ആർക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റും. മനഃപൂർവ്വം അല്ലല്ലോ. കുഞ്ഞുറങ്ങുകയാണെന്ന് കരുതിയല്ലേ നീ തേപ്പോട്ടി അങ്ങനെ വെച്ചത്. സാരമില്ല, പോട്ടെ. കണ്ടോ കൊച്ചിന്റെ കൈ പൊള്ളി കിടക്കുന്നു. അതൊന്നും ഒരു വിഷയമില്ല. അവനിപ്പോഴും ഭാര്യനെ ആശ്വസിപ്പിക്കാൻ നിൽക്കുവാ പെങ്കോന്തൻ. എന്താ പറഞ്ഞത്? അച്ഛമ്മ പൊക്കോന്നോ? അമ്മക്ക് സമാധാനായോ? ഇത്രയ്ക്കില്ലാത്ത കൊച്ചിന് വരെ മനസ്സിലായി അമ്മയുടെ സ്വഭാവം. ഗീതയെ, കൊച്ചിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ വിഷമിക്കണ്ട, ഞാൻ പോയി ഡിസ്ചാർജ് വാങ്ങിയിട്ട് വരാം.